ഈ ഉപാധിയെ കൊണ്ട് തന്നെ കോടാനുകൂടി കാര്യങ്ങൾ നടക്കും. നമ്മൾ മനസ്സിലിരിക്കുന്ന ഈ സൂപ്പർ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച്, ബോധാതീതത്തെക്കുറിച്ച് പറയൽ മാത്രമല്ല, നമ്മുടെ ഈ പൂർവ്വജന്മകൃതമായ ഒത്തിരി കഴിവുകളൊക്കെ പുറത്തേക്ക് വരും. അതെല്ലാം അവിടെ കിടപ്പുണ്ടാകും. ചിലപ്പോൾ ഒരു 5-8 കൂട്ടം കാര്യങ്ങൾ ഇറങ്ങി വരും. മിനിമം 3 കാര്യങ്ങളെങ്കിലും നമ്മൾ വളരെ സൂക്ഷ്മതയിലെത്തും. ദേവത എൻ്റെ അകത്ത് കിടക്കുന്നതിനെ പുറത്തേക്ക് എടുത്ത് തരികയാണ് അത് ചെയ്തത്. ദേവത സമ്മാനിച്ചതല്ല. ദേവത നമ്മളുടെ ഉള്ളിൽ ജന്മാന്തരങ്ങളായി നേടിയതിനെ പുറത്തേക്ക് എടുത്ത് തന്നു. മനസ്സിലായില്ല? അവിടെ അങ്ങനെ തിരിച്ചറിവ് വരാതെ വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കും. സഞ്ജയൻ സർ, നമ്മൾ മുമ്പ് സംസാരിച്ച എല്ലാ എപ്പിസോഡുകളിലും നമ്മൾ രാഹുവിൻ്റെ ഒരു ഇൻഫ്ലുവൻസ്, അതായത് നമ്മൾ ജപങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വാസനകൾ പുറത്തേക്ക് വരും എന്ന് പറഞ്ഞു. അപ്പം താങ്കളൊരു ജ്യോതിഷനാണ്. ഇതുപോലെ ഓരോ വ്യക്തികൾക്കും ഓരോ ഉപാസനകൾ, ഓരോ ജപങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് അതിനോടൊരു ആസക്തി, ഒരു പരിധി കവിഞ്ഞ ഒരു പ്രണയം തോന്നില്ലേ? അങ്ങനെ ഒരു സാധ്യതയില്ലേ? സാധ്യതയുണ്ട്. അത് ഏത് മതത്തിലാണെങ്കിലും ഏത് തരത്തിലുള്ള ദേവതകളെ ആരാധിച്ചാലും ഒക്കെ ജീവനുള്ള മനുഷ്യരെ നമുക്ക് ആരാധിക്കാം, കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ അവരെ വിചാരിച്ചുകൊണ്ട് നിരന്തരം മന്ത്രം ജപിക്കുമ്പോൾ അതിന് നമ്മൾ സബ് കോൺഷ്യസ് സർഫസ് ചെയ്യിക്കാൻ ഇടയാക്കും, പ്രണയത്തിൽ പോലും. അതുകൊണ്ടാണ് പ്രണയവും ഒരു ആരാധനയാകുന്നത്. അതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. എനിക്ക് ഒത്തിരി ശിഷ്യന്മാരുള്ളതിൽ ഒരു എല്ലാവർക്കും ഓരോ മന്ത്രം കൊടുത്തിരുന്നു. കാരണം അവരുടെ സാധ്യതകളെല്ലാം പുറത്തേക്ക് എടുക്കാൻ, അവരുടെ മനസ്സിൻ്റെ വാസനയ്ക്കനുസരിച്ചാണ് കൊടുക്കുന്നത്. ഈ സ്ഥൂല ശരീരത്തിന് ഭക്ഷണം ആവശ്യമായതുപോലെ സൂക്ഷ്മ ശരീരമാകുന്ന മനസ്സിനും ഭക്ഷണം ആവശ്യമാണ്. അപ്പോൾ മനസ്സിന് നമ്മളെ ഓരോരുത്തരും ഓരോ തരം ഭക്ഷണത്തിലെയാണ് സ്ഥൂല ശരീരത്തിന് ഇഷ്ടമായിട്ട് വായിക്ക് രുചിയായിട്ട് കഴിക്കുന്നത്. അതുപോലെ തന്നെയാണ് മനസ്സിനും അവരുടെ മനസ്സിൻ്റെ വാസനകൾക്കനുസരിച്ചാണ് ദേവതകളെ കണ്ടെത്തി കൊടുക്കേണ്ടത്. അങ്ങനെയാണ് ഞാൻ എല്ലാവർക്കും ചെയ്തിരിക്കുന്നത്. എല്ലാവരും ചെയ്യേണ്ടതും അങ്ങനെയാണ്. അങ്ങനെ ഞാൻ ഒരാൾക്ക്, ഒരു ശിഷ്യന് ഗണപതിയുടെ മന്ത്രം ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് അവൻ ജപിക്കും തോറും ഗുണകരമായിട്ടാണ് വന്നത്. പക്ഷേ പിന്നെ താങ്കൾ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരമാണ് പറയുന്നത്. കാണുന്നിടത്തെല്ലാം ഗണപതിയുടെ വിഗ്രഹം വാങ്ങിച്ചു വെക്കുന്ന ഒരു രീതിയിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ഞാനിതറിഞ്ഞു. ഞാനതിനെ വിലക്കി. അത് പാടില്ല. കാരണം നമ്മളിത് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലെ വരിക. അവൻ്റെ സാധ്യതകളെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയാണ് ഉപാസനാ ദേവതയെ നമ്മൾ കണ്ടെത്തിയത്. അപ്പോൾ അവൻ്റെ ജന്മാന്തരങ്ങളായിട്ടുള്ള അനന്ത സാധ്യതകളെല്ലാം പുറത്തേക്ക് വരാനായിട്ട് ചെയ്ത്, അങ്ങനെ സബ് കോൺഷ്യസ് സർഫസ് ചെയ്യുന്തോറും മനസ്സാകുന്ന അണ്ടാവിലെ, മനസ്സാകുന്ന കണ്ടെയ്നറിലെ ചപ്പുചവറുകളെല്ലാം പുറത്തേക്ക് വാരിക്കളയുക. എത്രമാത്രം ഈ കണ്ടെയ്നർ ശൂന്യമാകുന്നു അത്രമാത്രം നമ്മൾ ഫ്രീഡം ഉള്ളവരാവുകയാണ്. ആന്തരിക സ്വാതന്ത്ര്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോവുകയാണ്. ആന്തരിക സ്വാതന്ത്ര്യത്തിലേക്ക് ആഴങ്ങളിലേക്ക് പോകും തോറും നമ്മൾ വളരെ അൺപ്രഡിക്റ്റബിളായി പെരുമാറി തുടങ്ങും. എന്ന് വെച്ചാൽ ഭയാനകമല്ല, അത്ര രസകരമാകും. നമ്മൾക്കൊരു പരിധിയില്ലാത്ത വ്യക്തിത്വമാകും. നമ്മൾ അങ്ങനെയുമാണ് ഇങ്ങനെയുമാണ്, അത്ര രസകരമായി നമുക്കൊരു ഭയാനകതയില്ലാത്ത, പരിധികളില്ലാത്ത വ്യക്തിത്വത്തിലേക്കുള്ള പോക്കാണ്. പക്ഷേ അവിടെ വെച്ച് ഇത് അഡിക്ഷനായി കഴിഞ്ഞാൽ പ്രശ്നമായി. അപ്പോഴും പറഞ്ഞു, നീ ഇങ്ങനെ വിഗ്രഹങ്ങളെല്ലാം വാങ്ങിച്ചു വെക്കാനല്ല, നിന്റെ സാധ്യതകളെ കണ്ടെത്താനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഉപാസനയെ കാണേണ്ടത്. പക്ഷെ ഇതാരും മിക്കവാറും പറഞ്ഞു കൊടുക്കാറില്ല. വൈദാന്തികമായ ബോധമുള്ള അല്ലെങ്കിൽ ഒരു ബോധാതീതനായ ഗുരുവിനെ ബ്രഹ്മനിഷ്ഠനായ ഗുരു എന്നൊക്കെ ശാസ്ത്രീയമായി പറയും. പിന്നെ നമ്മൾ ഒന്നുകൂടെ കടുപ്പിച്ച് പറയും ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരു. അങ്ങനെയുള്ള ഒരു ഗുരു ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് അവിടെ വരുന്നത്. അവിടെ വെച്ച് പറഞ്ഞു കൊടുക്കണം, ഇത് നിർത്തുക, ഇതല്ല, ഇത് ഉപാധിയെ അവസാന വാക്കായി കാണരുത്. മനസ്സിലായി? നദി കിടക്കാൻ ഒരു പാലം വേണം, പക്ഷെ പാലമാണ് അവസാന വാക്കെന്ന് ധരിച്ചാലോ? ഈ പാലത്തിന് അപ്പുറത്തേക്ക് അതിമനോഹരമായൊരു ഭൂമിയുണ്ട്, എല്ലാ ഭാഗ്യങ്ങളുമുള്ള, എല്ലാം തികഞ്ഞ ഒരു സുന്ദരമായ ഭൂമിയുണ്ട്, ബോധത്തിൻ്റെ അനന്ത സാധ്യതയുള്ള ഒരു ഭൂമി, അത്രയും അതിമനോഹരമായ ആനന്ദം പ്രദാനം ചെയ്യുന്ന ഒരു ലോകം. അതിലേക്കുള്ള യാത്രയ്ക്ക് ഞാൻ ഇവിടെ നിനക്കൊരു പാലം ഇട്ട് തന്നപ്പോൾ പാലമാണ് മുഖ്യമെന്ന് നീ ധരിക്കാൻ പാടില്ല. പാലത്തിലൂടെ നീ അക്കരയിലേക്ക് പോകൂ, അതിനാണ് തന്നിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഈ സൂപ്പർ കോൺഷ്യസ്നെസ്സിലേക്കുള്ള ഒരു വഴി തുറന്നു കൊടുക്കുക. അപ്പോഴേ കുറച്ചൊന്ന് മാറി. ഇപ്പോഴെങ്ങനെയാണെന്ന് അറിയില്ല കൂടുതൽ. അങ്ങനെ അഡിക്ഷൻ വരാൻ വഴിയില്ല, പക്ഷെ അത് ഒരു ഭീകരമായൊരവസ്ഥയിലേക്ക് പോയേനെ. പക്ഷെ ഇങ്ങനെ പോകുമ്പോഴും ഒരു ഗുണമുണ്ട്, ഇവർ ഈ ജപിച്ച് ഇവർക്ക് സാധ്യതകളെല്ലാം പുറത്തേക്ക് വരും. പക്ഷേ സാധ്യതകളെല്ലാം പുറത്തേക്ക് വരുമ്പോൾ ഇവരൊരു ആരോപണം നടത്തും, എനിക്ക് ഈ ദേവതയാണ് ഇതെല്ലാം തന്നത്. ആണോ? അതെ. എന്നാ അല്ലയോ? അല്ല. ദേവത എനിക്ക് റിവീൽ ചെയ്യിക്കുകയാണ് ചെയ്തത്. ദേവത എൻ്റെ അകത്ത് കിടക്കുന്നതിനെ പുറത്തേക്ക് എടുത്ത് തരികയാണ് അത് ചെയ്തത്. ദേവത സമ്മാനിച്ചതല്ല.
ദേവത നമ്മളുടെ ഉള്ളിൽ ജന്മാന്തരങ്ങളായി നേടിയതിനെ പുറത്തേക്ക് എടുത്ത് തന്നു. മനസ്സിലായില്ല? അവിടെ അങ്ങനെ തിരിച്ചറിവ് വരാതെ വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് വലിയ വലിയ കലാകാരന്മാരും, നമ്മളുടെ ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്ന ഗണിതശാസ്ത്രജ്ഞനായിരുന്ന ഒരു രാമാനുജനുണ്ട്. മറ്റേ വിശിഷ്ടാദ്വൈതം പറഞ്ഞ ശ്രീരംഗപട്ടണത്ത് സമാധി വെച്ചിരിക്കുന്ന ആ രാമാനുജാചാര്യനല്ല, അല്ലാതെ കഴിഞ്ഞ കാലയളവിൽ ജീവിച്ചിരുന്ന ഒരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ വെച്ചിട്ട് അദ്ദേഹം എന്തോ അസുഖം വന്നൊക്കെ മരിച്ചുപോയത്. അദ്ദേഹം എല്ലാം ദേവിയിലാണ് പറയുന്നത്. അദ്ദേഹത്തിന് അനന്ത സാധ്യത ദേവി തുറന്നു കൊടുത്തു, പക്ഷെ ദേവിയിൽ ആരോപിച്ചുകൊണ്ടിരുന്നു. തെറ്റല്ല, പക്ഷെ ഇത് അപൂർണതയാണ്, പൂർണ്ണതയിലേക്കുള്ള വഴിക്ക് തടസ്സമാണ്. അവിടെ വെച്ച് അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ ഇവിടെ തന്നെ പറഞ്ഞിരുന്നു, ഈ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ഗുരു വന്നിട്ട് അദ്ദേഹത്തിനോട് ഉപദേശിക്കുമ്പോൾ, നിന്നെ ഇത്രയും വളർത്തിക്കൊണ്ടുവന്ന് ബോധം കാളി, പക്ഷെ ഈ കാളിയെ നീ മനസ്സിൽ നിന്ന് മാറ്റാതെ ഇനി ഇതിനപ്പുറത്തേക്ക് പോകാനൊക്കില്ല. പടിയിറങ്ങി ഇപ്പോൾ 1-ാം ക്ലാസ് വിശിഷ്ടമാണ്, 10-ാം ക്ലാസ് വിശിഷ്ടമാണ്, നമ്മളിപ്പോൾ PhD കഴിഞ്ഞിട്ടിരിക്കുകയാണെന്ന് വെച്ചോളൂ. പക്ഷേ 10-ാം ക്ലാസ് വിശിഷ്ടമാണ്, 1-ാം ക്ലാസ് വിശിഷ്ടം, നമ്മളതിനെ ബഹുമാനിക്കുന്നു. കാരണം ആശാമ്പള്ളിക്കൂടത്തിലൊക്കെ പോയിട്ട് നമ്മൾ വന്നിരിക്കുന്നു. പക്ഷെ അവിടെ നമ്മൾ കുടുങ്ങി കിടന്നാലോ, വീണ്ടും പോയി നമ്മൾ ആ ക്ലാസ്സിൽ ഇരുന്നാലോ, കൊപ്പടി പിള്ളേരുടെ കൂടെ പോയി നമ്മൾ പിന്നെയും പായും റായും പറയാനിരുന്നാലോ, ഇതേ അവസ്ഥയിലാണ് ഒരു മൗഢ്യമാകുന്നത്. അവിടെ വെച്ച് നമ്മൾ പക്ഷേ ഇത് ബോധിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ആ ദേവതയെ ആരാധിക്കാം, വീണ്ടും വീണ്ടും ഇതിൻ്റെ അതീവ സൂക്ഷ്മതയിലേക്ക് പോകും. വേദാന്തത്തിൻ്റെ അതിസൂക്ഷ്മമായ ശുദ്ധ അദ്വൈതത്തിൻ്റെ എല്ലാം പറഞ്ഞു വെച്ചിരിക്കുകയാണ് ശങ്കരാചാര്യർ. അദ്ദേഹം ഒരു തന്ത്രോപാസകനായിരുന്നു. ദേവിയെ കൊണ്ടുവരുന്നു, ഇപ്പം മൂകാംബയിൽ കൊണ്ടുവന്നിരുത്തി, പിന്നെ വന്നപ്പോൾ ചോറ്റാനിക്കലിൽ ഇരുത്തി എന്നൊക്കെ പറയുന്നത് അദ്ദേഹം തന്നെ, അദ്ദേഹത്തെക്കുറിച്ച്. പക്ഷെ അദ്ദേഹത്തിന് ബോധതല എവിടെ? ഇപ്പൊ ഈ ഉപാധിഗതമാണിതല്ല, ഉപാധിയിലൂടെ അനന്ത സാധ്യതകളിലേക്ക് പോവുകയും, എന്നാൽ ഉപാധിയാണ് അതെന്ന് ബോധ്യപ്പെട്ടിരിക്കുക, ഒന്ന് നിഷേധിക്കരുത് എന്ന് പറഞ്ഞ് അതിലങ്ങ് അഡിക്റ്റ് ആവുകയും ചെയ്തത്. ഇത് ഉപാധിയാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. ഈ ഉപാധിയെ കൊണ്ട് തന്നെ കോടാനുകൂടി കാര്യങ്ങൾ നടക്കും. നമ്മൾ മനസ്സിലിരിക്കുന്ന ഈ സൂപ്പർ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച്, ബോധാതീതത്തെക്കുറിച്ച് പറയൽ മാത്രമല്ല, നമ്മുടെ ഈ പൂർവ്വജന്മകൃതമായ ഒത്തിരി കഴിവുകളൊക്കെ പുറത്തേക്ക് വരും. അതെല്ലാം അവിടെ കിടപ്പുണ്ടാവും. ചിലപ്പോൾ ഒരു 5-8 കൂട്ടം കാര്യങ്ങൾ ഇറങ്ങി വരും. മിനിമം 3 കാര്യങ്ങളെങ്കിലും നമ്മൾ വളരെ സൂക്ഷ്മതയിലെത്തും. ഇപ്പം ഇവിടെ പ്രമുഖ ഗായകനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചിത്രം വരയ്ക്കും, വാഹനം ഓടിക്കാൻ മിടുക്കുണ്ടെന്നൊക്കെ പറഞ്ഞേ. എന്ന് പറയാം, അത് അല്ലാതെ തന്നെ അദ്ദേഹം പുറത്ത് പറയാത്തത് ഒത്തിരി കാര്യം കാണാം, പാടുന്നത് കൂടാതെ തന്നെ. അതുപോലെ നമുക്ക് ഈ ജപത്തിലുള്ള ഒരു പൂർണ്ണതയ്ക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ധ്യാനത്തിനെ ഉപോദ്ബലകമായി ഉപയോഗിക്കാം. അത് സാധനാ തലത്തിലുള്ള ധ്യാനം ഒക്കെ നമുക്ക് ഒത്തിരി പറയാനുള്ളൊരു വിഷയം. അവിടെ ഇപ്പം ജപത്തിലൂടെ തന്നെയാണ് എനിക്ക് ഇത്രയും കാര്യങ്ങളിലേക്ക് വന്നത്. ഞാൻ ഈ ഭാരതത്തിലെ ഈ ഋഷികൾ ചെയ്യുന്ന ശാസ്ത്രങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ ഉത്തരവുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. എനിക്ക് ഒക്കാത്ത മേഖല വെച്ചാൽ യന്ത്ര സാമഗ്രികളുടെ ഒരു വാസനയില്ല. എൻജിനീയറിങ് ഒരു കാര്യമേ എൻ്റെ മേഖലയിലൂടെ ഇല്ല. പക്ഷെ വാഹനം ഓടിക്കുന്നതിൽ ഞാൻ ഈ 10 വിരലും പതിച്ചിട്ടുള്ള ഒരു സംഭവം നോക്കിയപ്പോൾ അതിനകത്തൂടെ വന്നിരുന്നു. വാഹനം ഓടിക്കുന്നതിൽ വലിയ പ്രാധാന്യം, എനിക്ക് വളരെ മിടുക്കുണ്ട്, 100% മിടുക്കാണ്. പക്ഷേ ബാക്കി എൻജിനീയറിങ്, എനിക്കൊരു നട്ടഴിഞ്ഞ് കിടന്ന് കഴിഞ്ഞ് ബുദ്ധിമുട്ടാണ്, തിരിഞ്ഞു പോലും നോക്കത്തില്ലേ, വാസനയേ ഇല്ല. പക്ഷെ ഉള്ള വാസനകളെല്ലാം പുറത്തേക്ക് വരുന്നുണ്ട്, അത് മതിയല്ലോ. അപ്പോൾ ജപം നമ്മളെ ഒരുപാട് സൂക്ഷ്മതയിലേക്കുണ്ട്. പക്ഷെ അവിടെ ജപത്തിന് വേണ്ടി എടുക്കുന്ന സമയവും നമ്മൾ നോക്കണം കൂടുതലായിട്ട്. അപ്പോൾ നമ്മൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള സമയം, ബ്രെയിൻ ആൽഫ ലെവലിൽ നിൽക്കുന്ന സമയം, ശാക്ത ഉപാസനയ്ക്ക് സൂക്ഷ്മത കിട്ടാൻ 2:45 to 3:15 ഏറ്റവും പ്രധാന 2:45 to 3:15, അതായത് ഏറെക്കുറെ ഒരു ബ്രഹ്മമുഹൂർത്തം. അത് നമ്മളൊരു സരസ്വതി യാമം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ ഉണ്ട് അതിനകത്ത്. പിന്നെ അതിനകത്തൊക്കെ കുറേ വൈരുദ്ധ്യമായ ആശയങ്ങളുണ്ട്. അത് നമ്മൾ പറഞ്ഞ് സ്ഥാപിച്ചെടുക്കാനൊക്കെ ഒത്തിരി ശ്രമിക്കേണ്ടി വരും. പക്ഷെ ഇതെല്ലാം എൻ്റെ അനുഭവത്തിൽ തന്നെ പറയുന്ന കാര്യങ്ങളാണ്. ഞാൻ പുസ്തകം പഠിച്ചു വെച്ചിട്ട് പറയുന്നതല്ല, ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് അങ്ങനെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മളുടെ സാധ്യതകൾ എത്രയോ ഉണ്ടെന്ന് പറഞ്ഞു. ആരും ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഉപയോഗിച്ച് പോയാൽ നമ്മൾ ഇവിടെ അഡിക്റ്റ് ആയി പോവുക. ഈ ഒരു പോയിന്റ് ഇന്നത്തെ സമകാലിക സമൂഹത്തിൽ ഒത്തിരി ആവശ്യമാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഒരു ഗുരുവിന്റെ ആവശ്യമുണ്ട്. നമ്മൾ ഒരു ഗുരുവിനെ കണ്ടെത്തി വെച്ചിരിക്കണം. നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ വഴി കൂടെ. ഇപ്പോൾ എൻ്റെ ശിഷ്യൻ തന്നെ ഇടയ്ക്ക് വന്ന് പറഞ്ഞ്,
ഇവിടെ കുത്തിയോട്ട ചുവട് നടക്കുന്നിടത്ത് കാണാൻ പോയി. മേളവും താളവും കേട്ടപ്പോൾ എനിക്ക് തലയ്ക്കാകെ ഒരു വല്ലാതെ തുള്ളണോ ചാടണോ എന്നൊക്കെ തോന്നുന്നത്. ഞാൻ പറഞ്ഞ സബ് കോൺഷ്യസ് സർഫസ് ചെയ്യാണ്. ജപം വർദ്ധിപ്പിക്കൂ, എന്നിട്ട് നാളെയും പോയി ഇത് കേൾക്കണം. അവിടുന്ന് പോകരുതെന്ന് പറഞ്ഞില്ല. അവൻ യുവാവായതുകൊണ്ട് അതിനുള്ള ഒരു ശേഷിയുണ്ട് ആ പ്രശ്നങ്ങളെ നേരിടാൻ. വാർദ്ധക്യത്തിലുള്ള ബ്രെയിൻ അല്ല. അപ്പോൾ പോയി എത്ര മേളം കെട്ടാലും ഒന്നും സംഭവിക്കാത്ത ആള്, ഉള്ളിൽ ഒരു കുലുക്കവും ഇല്ലാത്ത ആളാകുന്നു, അതുവരെ ചെയ്യണം. ധ്യാനവും ചെയ്യണം, ജപവും ധ്യാനവും മാക്സിമം കൂട്ടിക്കോ, എന്നിട്ട് അടുത്ത ദിവസവും പോയി കേൾക്കാൻ പറഞ്ഞു വിട്ടു. കാരണം അങ്ങനെ ഒരു കെണിയിലേക്ക് അവനെ എടുത്തിടേണ്ടതുണ്ട്. സഞ്ജയൻ സാറ് എനിക്ക് ആകെ പ്രശ്നം കേട്ടപ്പോൾ ആ പിരിവുരാൻ തലയ്ക്കകത്ത് തോന്നി എന്നൊക്കെ പറഞ്ഞു. ഇത് സബ് കോൺഷ്യസ് സർഫസ് ചെയ്യുക. നമ്മൾ വലിയ സങ്കീർണമായ വേദിയിൽ പോയി നിൽക്കണം. അവിടെ വെച്ച് നമുക്ക് കുലുക്കം വരുന്നു എങ്കിൽ, ഇപ്പോൾ ഒരു അതീവ സുന്ദരിയെ കണ്ടിട്ട് ഒരു പുരുഷന് ഭ്രമം, അല്ലെങ്കിൽ ഒരു വലിയ മേളം കേട്ടപ്പം ബഹളം മനസ്സിൽ വരാമല്ലോ, അല്ല ഗാനമേള കേട്ടപ്പം ഭയങ്കരമായ ഒരു പ്രശ്നം, വലിയ ശബ്ദമല്ലേ, ഇതൊക്കെ വരുന്നെങ്കിൽ ഓർത്തോളൂ സബ് കോൺഷ്യസ് സർഫസ് ചെയ്യണം. അപ്പോഴും നമ്മൾ പെട്ടെന്ന് ജപത്തിലേക്ക് പോകണം, ധ്യാനത്തിലേക്ക് പോകണം. ഞാൻ ഇനിയും ഒത്തിരി കടമ്പകൾ കടക്കേണ്ടതുണ്ട് എന്ന്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ മനോഹരമായി ഡപ്പാങ്കുത്ത് പാട്ടൊക്കെ പാടിയിട്ടുള്ള ആളുകളെ നോക്കുമ്പോൾ അവർക്കിതൊന്നും ഒരു ഭ്രമമില്ല. അവർ മൈക്കിന് മുമ്പിൽ ഇങ്ങനെ നിന്നുകൊണ്ട് പാടും, ആ ശരി എന്ന് പറഞ്ഞു. ജനത്തിനെ ഭ്രമത്തിലേക്ക് നയിച്ചു. അവരുടെ സബ് കോൺഷ്യസ് എല്ലാം പുറത്തു വരുന്നു. ഇവർക്കിനിയും സർഫസ് ചെയ്യാനൊന്നും ഇല്ല ആ ലെവലിലേക്ക്. അങ്ങനെ വെച്ചാൽ ഇല്ല എന്നല്ല, ഏറെക്കുറെ ഒരുപാട് കടന്നു കഴിഞ്ഞു അതിൻ്റെ വഴികൾ എന്നുള്ളതാണ്. നന്ദി സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.